അതിരപ്പള്ളി വാഴച്ചാല് വഴി വാൽപ്പാറയിലേക്കാണ് ഇന്നത്തെ എൻ്റെ ട്രിപ്പ്. ഫോറസ്റ്റിലേക്കുള്ള ആ ഒരു വഴിയാൻ തോന്നുന്നു. പോകുന്ന റൂട്ടിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള റോഡാണ്. ആദ്യമായിട്ട് ഈ ഒരു വാട്ടർഫോളിൽ വരുന്നതാണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ഗൈസ്, അപ്പം അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫോളിന് പുറപ്പെട്ട് നല്ല മഴയായിട്ട് ഫുള്ള് നനഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് വാഴച്ചാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടത്തേക്കാണ് പോണത്. ഈ ഒരു ഇങ്ങനത്തെ ഒരു റോഡ് വഴിയാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ആ ഒരു പുഴ. അപ്പോൾ അതിരപ്പള്ളി വാട്ടർഫോൾ വരാത്തവരുണ്ടെങ്കിൽ വരണം കേട്ടോ. എന്തായാലും അട്ടിപ്പള്ളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി വ്യൂ ആണ്. അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ഒരു ബോട്ടം വ്യൂ പോയിന്റ് താഴെ നിന്നുള്ള ഒരു വ്യൂ തന്നെ ശരിക്കും നിങ്ങൾ കാണണം കേട്ടോ. കാരണം അവിടെ നിന്നാണ് നല്ല അടിപൊളിയായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നത് കാണാം. ഇനി നെക്സ്റ്റ് വാഴച്ചാൽ, പിന്നെ വാഴച്ചാലിൽ നിന്ന് നേരെ ചെക്ക് പോസ്റ്റ് കയറി അതിമനോഹരമായ ഒരു കാട്ടിലോട്ടുള്ള യാത്രയുണ്ട് കേട്ടോ. നോക്കി ഇവിടെയൊക്കെ കോട ഇറങ്ങി മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് കോട വരുന്നുണ്ട്. ഇവിടെയായിട്ട് ബോർഡുണ്ട്, വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫോൾസ് കേട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടം വാഴച്ചാൽ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് പോലും. അതും കൂടി ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ വാട്ടർഫോൾസ്. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ടൈം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ വാൽപ്പാറ കാട്, അതായത് ഫോറസ്റ്റ് ഏരിയ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ വാഴച്ചാൽ വാട്ടർഫോൾസിന്ന് ഈ കാണുന്ന ആ ഒരു വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് നേരെ മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന വഴി പോകുന്നത് കേട്ടോ. അതായത് ഫുൾ കാട് ഏരിയ ആണ്. നമ്മൾ ഇവിടുന്ന് ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിക്കറ്റിൻ്റെ അകത്ത് പൈസയൊന്നുമില്ല. വണ്ടി നമ്പർ, എത്ര ബോട്ടിൽ കയ്യിലുണ്ട്, ഇൻ ടൈം എന്ന് പറഞ്ഞിട്ട് 3:36, പിന്നെ ഔട്ട് ടൈം 5:36 നമ്മൾ ഇവിടുന്ന് പുറത്ത് ആ ഒരു ചെക്ക് പോസ്റ്റ് അതിൻ്റെ അടുത്ത ചെക്ക് പോസ്റ്റ്, അതായത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അതിൻ്റെ പുറത്തിറങ്ങിയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്തു കേട്ടോ. ഇനി കംപ്ലീറ്റ് കാട്ടിലോട്ടുള്ള വഴിയാണ്. ഞാൻ നിങ്ങൾക്ക് ആ കാട്ടിലുള്ള ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. ഏരിയ ആണ് കംപ്ലീറ്റ് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കാണാം കുറേ. വേറെ ഒറ്റ വണ്ടിയില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ വണ്ടി കാണുന്നില്ല. ഇവിടെ വേറെ ഒരു ആനപ്പിണ്ടിയുണ്ട്. അപ്പോൾ ആനയുണ്ടോ നോക്കി നോക്കി പോകാനാണ് കേട്ടോ. ഐസ് നോക്കിയേ, ഫ്രഷ് ആനപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്ത് എവിടെയോ ആനയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാൻ തോന്നും. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഈ കാട്ടിൽ കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എല്ലായിടയ്ക്കും അങ്ങനെ തന്നെയാണ്, ആനപ്പുണ്ടാകുന്നത് കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആനയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടോയെന്നറിയില്ല, നോക്കട്ടെ. നോക്കിയ റോഡൊക്കെ ചെറുതായി വന്നു. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ തമിഴ്നാട് വണ്ടിയാണ് എല്ലാം. ഇത് KL വണ്ടിയാണ്. കുറേ ഭാഗം തമിഴ്നാട് വണ്ടിയാണ്. ആന ഓ ഗൈസ്, ഇതേ ആനയുണ്ട്. ഒരൊറ്റ ആന വിളിക്കുന്നത്. അപ്പോൾ ഒരാനേനെ കാണാൻ പറ്റി, പക്ഷെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബാക്കിൽ ഫോറസ്റ്റുകാർ ജീപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഫൈൻ അടിക്കും, അതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഒറ്റയാനാണ് കൂട്ടത്തിലാറില്ല, ഒറ്റയാനായിട്ട് അവിടെ ഒരാന നിൽക്കുന്നുണ്ടായിന്. നിങ്ങൾ ക്യാമറ കിട്ടിയെന്നൊന്നറിയില്ല. ഈ ഗോപ്രോൻ്റെ ക്യാമറ ആയതുകൊണ്ട് ദൂരെ നിന്നുള്ള വ്യൂസ് ഒന്നും കറക്റ്റ് കിട്ടില്ല. അവർ വൈഡ് ആംഗിൾ ആയണ്ടേ.
ഗൈസ് അടിപൊളി സീനറിയുള്ള സ്ഥലം കേട്ടോ, കംപ്ലീറ്റ് കാട് ഏരിയ. ഒന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. താഴെ കൂടി ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട്, അരുവി. മേലെ നോക്കിയേ. ഓക്കെ, ശരിക്കും ഈ കാട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ല, ഡേഞ്ചറാണ്. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ എന്തായാലും ഇറങ്ങാണ്ട് നിൽക്കാനും തോന്നില്ല കേട്ടോ. അടിപൊളി കാഴ്ചകൾ. ഇപ്പോൾ ടൈം 4:20 നമുക്ക് 5:30 നമ്മൾക്ക് ആ ഒരു ചെക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യണം. എന്തേ നോക്കി ഒരു കുരങ്ങൻ ഫുഡ് അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നിനും ഇവിടെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു കുഞ്ഞു കുട്ടിക്കൊരുങ്ങനെ നോക്കിയേ. പക്ഷെ കുരങ്ങന്മാർക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ചെക്ക് പോസ്റ്റിന്. അപ്പോൾ വലിയ കുട്ടികളെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ഹെയർപിൻ വളവാണ്. ഇനി ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ നമ്മൾ മല കയറി ടോപ്പിലെത്തിയെന്ന് തോന്നും. ഇനി ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഗൈസ്, അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. ഇവിടെ നിന്നൊരു അടിപൊളി ഒരു ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഏത് ഡാമാണെന്നറിയില്ല, കണ്ടോ ആ ഒരു വ്യൂ. ഇവിടെ കുറേ വണ്ടി നിർത്തിയാണ് ഒരു ഡാമിൻ്റെ വ്യൂ ആണ്. ആ ഡാം ഞാൻ അങ്ങനത്തെ പറഞ്ഞുതരാം, ഏതാ ഡാമെന്ന് തിരിയുന്നില്ല. അപ്പോൾ നോക്കിയാൽ 2 മലേൻ്റെ ഇടയിലായിട്ട് ഗൈസ് ഇതേ മയിൽ. നമ്മൾ കാട്ടിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ എക്സിറ്റ് ടൈം കഴിയും. അപ്പോൾ അവർ കറക്റ്റ് നമ്മളെ റണ്ണിങ് ടൈം കറക്റ്റ് നിർത്താണ്ട് വരുന്ന റണ്ണിങ് ടൈം ആ ഒരു ആവറേജ് സ്പീഡ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എക്സിറ്റ് ടൈം അവർ തരുന്നത്. അപ്പോൾ പക്ഷേ ഈ റോഡ് കണ്ടോ, വളരെ മോശപ്പെട്ട റോഡാണ്. ഇവിടെ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതേപോലത്തെ ഇതുണ്ട് കേട്ടോ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ. അപ്പോൾ ഇത് ഏതാ ടൗണ്? മലക്കപ്പാറ എന്ന് പറഞ്ഞ ടൗണാണ് കേട്ടോ. ഇത് മലക്കപ്പാറ എന്ന് പറഞ്ഞ ആ ഒരു ടൗണാണ്. ഇവിടുന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തത് മലക്കപ്പാറയല്ല, നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇപ്പോൾ നമ്മൾ 5:36 എക്സിറ്റ് ചെയ്യണം ഈ ഒരു മലക്കപ്പാറ ഈ ഒരു ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ചായ ഒന്നും കുടിക്കാൻ കഴിഞ്ഞാൽ ലേറ്റ് ആവും. നമ്മൾ ചെക്ക് പോസ്റ്റ് എങ്ങനെയൊന്നും ചെക്ക് പോസ്റ്റ് പിടിക്കണം. 5:28. ഇനി 5 മിനിറ്റാണ് ബാക്കി നമ്മളെ ആ ഒരു ടൈമുള്ളത്. അത്രയും ആനയൊക്കെ വരുന്ന ഏരിയ ആണ്. ആനയൊക്കെ ഇതിലൂടെ നടന്നു കളിക്കുന്ന ഏരിയ. അപ്പോൾ ഇവിടെ ഒന്നും എടുത്തിട്ട് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല, കാരണം വണ്ടിയൊക്കെ ആനകളെ രാവിലത്തേക്ക് ചവിട്ടി പൊട്ടിക്കും. ഗൈസ്, കോട, അടിപൊളി കോടയുള്ള സ്ഥലം നോക്കി. ഇവിടെ സൈഡാക്കി കേട്ടോ. നോക്കിയേ, കോട, തേയിലത്തോട്ടം. ഓ അടിപൊളി. പാസ് കാണിക്കണം കേട്ടോ. പാസ് കാണിച്ചു കഴിഞ്ഞാലേ നമ്മളെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഔട്ടാവാൻ പറ്റുള്ളൂ. ഇവിടേക്ക് ഇത്
കണ്ടോ, ബിസ്മി ഹോം സ്റ്റേ 4 members 499 റുപ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂമൊക്കെ ഉണ്ട്. നോക്കിയേ, ഇവിടുന്ന് പോവാൻ തോന്നില്ല, അത്ര കട്ടിപ്പൊള്ളി വൈബുള്ള റോഡ് കണ്ടോ. ഫുള്ള് കോടയായിട്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു അമ്പലമുണ്ട്. നോക്കിയേ, കംപ്ലീറ്റ് തേയിലത്തോട്ടാണ്. ഫുൾ ആകാശമെല്ലാം നമ്മളെ കാർമേഘം മൂടിയ പോലെ തന്നെയുള്ളേ. ഇപ്പം എന്തായാലും അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് മലക്കപ്പാറ കേട്ടോ. മലക്കപ്പാറ വാഴച്ചാൽ. എന്തായാലും അടിപൊളി. ഇനി നേരെ താഴോട്ടേക്ക് പോകുന്നതാണ്. പൊള്ളാച്ചി റോഡിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ശരിക്ക് കോട ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ താഴത്തെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ എല്ലാം അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അവിടെ ഒരു തേയില, ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്, ടീ ഫാക്ടറി ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് തേയിലത്തോട്ടം ആണ്. ഇതാ ടോപ്പിൽ വരെ കണ്ടോ ഗൈസ്. അപ്പോൾ ടൈം 7 മണിയായി, ഡേ ലൈറ്റൊക്കെ പോയി. അപ്പോൾ ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ട് നിൽക്കുന്ന റോഡ് വാൽപ്പാറ റോഡാണ്, അതായത് മലക്കപ്പാറ വാൽപ്പാറ റോഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ നൈറ്റ് ഈ ഒരു റൂട്ട് പോകുന്നത് അത്ര നല്ലതല്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ആനയൊക്കെ ഇറങ്ങുന്ന റോഡാണ്. അപ്പോൾ ഇത് റോഡ് കണ്ടോ നിങ്ങൾ, ഒറ്റ വണ്ടിക്കാറും ഒറ്റ വണ്ടിയുമില്ല, ഇതേപോലത്തെ വിജനമായ റോഡാണ്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റും കൂടി ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടെത്തി. നമ്മളെ കേരളം വിട്ടിട്ട് തമിഴ്നാട് ബോർഡറാണ് ഈ ഒരു കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നെന്തായാലും ഇനി നൈറ്റ് ഓടുന്നില്ല, ഇവിടെ സ്റ്റേ എടുക്കാമെന്ന്, അതായത് വണ്ടിയിൽ തന്നെ ഉറങ്ങാമെന്നുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത്. കാരണം ഇവിടെ റൂമൊന്നും കിട്ടുന്ന ആ ഒരു സ്ഥലമല്ല. ഇനി ഏതെങ്കിലും ഒരു ചെറിയൊരു ടൗൺ പോലത്തെ ഉള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി വെച്ച് ഉറങ്ങാമെന്നാണ് ആ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡ് കംപ്ലീറ്റ് കോട മഞ്ഞാണ്, അതായത് കുറച്ച് ദൂരമായി കംപ്ലീറ്റ് കോടയാണ്, ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റാത്ത അത്രയും കോട. അപ്പോൾ ചുരം ഗട്ട് റോഡാന്ന് തോന്നും, ചെറിയൊരു കയറ്റം ഇറങ്ങി പോക്കാണ്. പുറത്തുനിന്ന് കാണിച്ചു തരാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, ഇവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് നിർത്തിയതാ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ ഗൈസ്. അപ്പം ഇവിടെയായിട്ട് ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് ഒരു അങ്കിള് പൊറോട്ടയും, ഒരു ചെറിയൊരു ഹോട്ടലാണ് വീട് പോലത്തെ, പൊറോട്ടയും പിന്നെ സാമ്പാറും റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ട ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൈസ്, അപ്പോൾ ഈ ഒരു പൊറോട്ട നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ട് ചൂടാക്കി കഴിക്കുന്ന പൊറോട്ടയില്ലേ, ആ ഒരു ടൈപ്പ് പൊറോട്ടയാണ്. അപ്പോൾ അതും സാമ്പാറുമാണ് ഞാൻ കഴിക്കുന്നത്. ഈ ഒരു മലക്കപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ തട്ടുകട പോലത്തെ ആ ഒരു ഹോട്ടൽ മാത്രമേ ഉണ്ടാവൂ, അല്ലാണ്ട് വലിയ ഹോട്ടലൊന്നും ഉണ്ടാവില്ല.